മമ്മൂട്ടിയുടെ മകനായിട്ടും സ്റ്റാർസൺ എന്ന ലേബൽ ഒഴിവാക്കി സ്വന്തം വഴിയായിരുന്നു ദുൽഖർ സൽമാൻ. ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദം നേടി ദുബായിൽ ജോലി ചെയ്തിട്ടും കലാകാരനെ അടക്കി വെക്കാനായില്ല. അങ്ങനെ തന്നെ സെക്കൻഡ് ഷോയിലൂടെ സിനിമയിൽ പ്രവേശിച്ചു. ആദ്യ ചിത്രം ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നില്ലെങ്കിലും ദുൽഖറിന്റെ സ്വാഭാവിക അഭിനയവും ലാളിത്യവും ശ്രദ്ധ നേടി. ഉസ്താദ് ഹോട്ടൽ, ABCD, ബാംഗ്ലൂർ ഡേയ്സ്, ചാർലി, വിക്രമാദിത്യ എല്ലാം കൂടി ദുൽഖറിനെ സ്വന്തം ശൈലിയുള്ള താരമായി ഉയർത്തി. മലയാളത്തിൽ മാത്രം ഒതുങ്ങാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി സിനിമകളിലൂടെയും പാൻ ഇന്ത്യൻ താരമായി അദ്ദേഹം മാറി. അഭിനേതാവിനൊപ്പം നിർമ്മാതാവായും ദുൽഖർ തിളങ്ങി. തന്റെ വേഫറർ ഫിലിംസ് ബാനറിൽ കുറുപ്പ്, വരനെ ആവശ്യമുണ്ട് പോലുള്ള ഹിറ്റുകളും വലിയ സിനിമകളുടെ വിതരണ ചുമതലയും ഏറ്റെടുത്തു. ദുൽഖറിന്റെ കരിയറിൽ വലിയ പ്രതീക്ഷയോടെ എത്തിയ ചിത്രമായിരുന്നു കിങ് ഓഫ് കൊത്ത. ടെക്നിക്കൽ സൈഡ് മികച്ചതായിരുന്നുവെങ്കിലും ദുർബലമായ തിരക്കഥ കാരണം ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. വളരെ വലിയ നഷ്ടം നേരിട്ട സിനിമയായിരുന്നു അത്. എന്നാൽ ഫ്ലോപ്പിൽ നിന്നും പിന്നോട്ടല്ലാതെ ദുൽഖർ തന്റെ വേഫറർ പ്രൊഡക്ഷൻ വഴി കൂടുതൽ കരുത്തോടെ തിരിച്ചുവന്നു. തന്റെ നിർമ്മാണത്തിൽ പുറത്തിറങ്ങിയ കുറുപ്പ്, വരനെ ആവശ്യമുണ്ട് പോലുള്ള ഹിറ്റുകൾക്കും പിന്നീട് ലക്കി ഭാസ്കറിനും ലോകയ്ക്കും വൻ വിജയം. ലോക വെറും 35 കോടി ചിലവിൽ നിർമ്മിച്ചെങ്കിലും 300 കോടി കളക്ഷൻ നേടി. ഹോളിവുഡ് ലെവൽ സിനിമ എന്ന് തന്നെ പ്രേക്ഷകർ വിശേഷിപ്പിച്ചു. ഒരു ഫ്ലോപ്പ് പോലും അദ്ദേഹത്തെ താഴെയിറക്കാൻ കഴിയാതെ തിരിച്ചെത്തി. മലയാളത്തിന്റെ പാൻ ഇന്ത്യ സ്റ്റാർ എന്ന പദവിയെ ഇരട്ടിപ്പിച്ചു ഉറപ്പിച്ച താരമാണ് ദുൽഖർ സൽമാൻ. ഇതുപോലുള്ള കൂടുതൽ മൂവി അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.